എ ടു സെഡ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ് ഇവ ഇത്രയും ചേർത്ത് 1 സ്പൂൺ വിനീഗറും 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായി വരുന്ന ഈ മസാല വെച്ചിട്ടാണ് നമ്മൾ ചിക്കനിലേക്ക് ആദ്യം തന്നെ പുരട്ടി കൊടുക്കുന്നത്. ഈ മസാല നന്നായി ചിക്കനിലേക്ക് പുരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലിക്കുട്ടിൻ്റെ തട്ടിൽ വെച്ചോ കുക്കർ വെച്ചോ നമുക്ക് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഇഡ്ഡലിക്കുട്ടകത്തിൻ്റെ തട്ടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ തന്നെ ചിക്കൻ കറി വെച്ചാലോ, നമുക്ക് വേണ്ട ഒരു വെറൈറ്റിയൊക്കെ ഓരോ പ്രാവശ്യം ചിക്കൻ കറി വെക്കുമ്പോഴും ഓരോ രീതി. നല്ല ടേസ്റ്റ് ആയിരിക്കണം കേട്ടോ. പല രീതി വെച്ചെന്ന് കരുതി കുളവാക്കരുതായിരുന്നു ചിക്കൻ കറി. എല്ലാവരും ഇനി ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് സൂപ്പർ കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്താണ്. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതിൻ്റെ അത് വെറൈറ്റി ഒന്നുമില്ല, അങ്ങോട്ട് പോകെ പോകെ നമുക്ക് വെറൈറ്റികൾ കാണാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകുകൾ പൊട്ടിച്ചു അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്തു ഒരു വലിയ തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇവ ഒന്ന് ചേർത്ത് വഴറ്റിയെടുത്ത് അതിലേക്ക് നമുക്ക് സവാള ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഒരുപാട് ആവശ്യമുള്ളവർ കുറച്ച് കൂടുതൽ സവാള എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് കൂടുതൽ സവാള എടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒറ്റ വിസിൽ നമ്മുടെ സവാള വെന്ത് കിട്ടും. വളരെ എളുപ്പം തന്നെ സവാള വേവിച്ചെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ വീഡിയോയിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അല്ലെങ്കിൽ നമ്മൾ വലിയ പാത്രം വെച്ച് വഴറ്റിയൊക്കെ എടുത്ത് വരുമ്പോൾ താമസമല്ലേ. ഇനി അത് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. തക്കാളി, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി ഇവ നന്നായി ഒന്ന് അരച്ചെടുക്കാം. പച്ചമുളകും കൂടെ ഇടാം. എരി ഇഷ്ടമുള്ളവർ പച്ചമുളക് ചേർത്താൽ മതിയാകും. ഈ അരപ്പ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വലിയ സവാള ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇതും മാറ്റി നമുക്ക് വെക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ചേർത്ത പൊടികൾ ചിക്കന് മാത്രമായിരുന്നു. ഇനി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇവ ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാതെയാണ് നമ്മൾ ഈ പൊടികൾ ചൂടാക്കുന്നത്. വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച തക്കാളിയുടെ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായി വെന്ത് വന്ന സവാളയും കൂടെ ചേർത്ത് ഇളക്കി വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് ഇളക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും 1 സ്പൂൺ കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് ഇളക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. ആവശ്യമെങ്കിൽ ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് നല്ല വെറൈറ്റി ചിക്കൻ കറി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ റെസിപ്പിയാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ